മലങ്കര സഭയ്ക്ക് തിരുവനന്തപുരത്ത് കാതോലിക്കേറ്റ് സെന്റർ വരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ സഭയുടെ പേരിലുള്ള ബാവ പറമ്പിലാണ് കാതോലിക്കേറ്റ് സെന്റർ നിർമ്മിക്കുന്നത്. കാതോലിക്ക ബാവയുടെ പേരിലുള്ള 64 സെന്റ് സ്ഥലവും അതിലൊരു പഴയ കെട്ടിടവുമുണ്ട്. ആ കെട്ടിടം പൊളിച്ചാണ് പുതിയ ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത്. ഈ സ്ഥലവും കെട്ടിടവും പാളയം പള്ളിയുടെ മേൽനോട്ടത്തിലായിരുന്നു. അതിന്റെ കരം കാതോലിക്ക ബാവയുടെ പേരിൽ അടയ്ക്കുന്നത് പാളയം പള്ളിയാണ്. പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഒരു അസിസ്റ്റന്റ് വികാരി കുടുംബസമേതം താമസിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. അതൊഴിപ്പിച്ച് സ്ഥലവും കെട്ടിടവും സഭയുടെ നിയന്ത്രണത്തിലാക്കി. കെട്ടിടത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ പാളയം പള്ളി ഭരണസമിതിക്ക് താല്പര്യമില്ലായിരുന്നു. കാതോലിക്കേറ്റ് സെന്റർ വരുന്നതിൽ വിശ്വാസികൾ ആഹ്ലാദത്തിലാണ്. വിശ്വാസികളുടെ പ്രതികരണം കേൾക്കാം. 149 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മറ്റാധുനിക സൗകര്യങ്ങളൊന്നും തലസ്ഥാനത്ത് ഇല്ലായിരുന്ന കാലത്ത് ഇവിടെ വിദേശത്തു നിന്നും തിരുവനന്തപുരത്തിൻ്റെ പുറത്തു നിന്നും എത്തുന്ന പിതാക്കന്മാർക്കും സഭയുടെ സ്ഥാനികൾക്കുമൊക്കെ താമസിക്കാനായി വാങ്ങിയ ഒരു ഭൂമിയാണ് ബാവ പറമ്പ് എന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പുലിക്കോട്ടിൽ തിരുമേനി, വട്ടശ്ശേരിൽ തിരുമേനി, പരുമല തിരുമേനി, ഗീവർഗീസ് ബാവ തുടങ്ങി എല്ലാവരും താമസിച്ചിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലം വളരെ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായി മാറ്റുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് സഭയുടെ അസിസ്റ്റൻറ്റ് PRO അച്ഛനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയമിച്ചു. ഇനി വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മലങ്കര സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുകയാണ് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ നഗരമധ്യം. അതായത് സെക്രട്ടേറിയറ്റിലെ സ്റ്റാച്യുവിൽ നിന്ന് വെളിപ്പാടകലെയുള്ള ഈ 149 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം പരിശുദ്ധ ബാവ തിരുമേനിക്കും പരിശുദ്ധ സഭയ്ക്കും എല്ലാ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു. 1875 നമ്മുടെ സഭാപിതാക്കന്മാർ തിരുവനന്തപുരത്ത് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് പുലിക്കോട്ടിൽ തിരുമേനി, അതായത് ജോസഫ് മാർ ദീവനാസ്യോസ് തിരുമേനി വാങ്ങിയ സ്ഥലമാണിത്. ഈ ബാവാപ്പറമ്പ് എന്ന് അന്ന് മുതലേ അറിയപ്പെടുന്ന ഈ പുരയിടം 62 സെൻറ്റ് സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങി ഇപ്പോൾ 58 സെൻറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബാവായുടെ പേരിലേക്ക് മാറ്റിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ട് ബാവ ഏറ്റെടുത്തു, ബാവ ഇതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ പള്ളിയുടെ അതായത് ഭരണസമിതിയുടെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് അവിടെ പോയി ഇതിൻ്റെ ചരിത്രങ്ങൾ പറയുകയും അദ്ദേഹത്തെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. ഞങ്ങളെപ്പോഴും സഭയുടെ നിലപാടിനോടൊത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സഭാ നിലപാടിനോട് അനുകൂലിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യത്തിൽ സഭയുടെ നിലപാടിനോട് ഒപ്പമായിട്ട് നിൽക്കുന്നു